അതെ, ഞാനിന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുറച്ച് നെയ്മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫിഷ് ബിരിയാണി ഈസി ആയിട്ട് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ രീതിയിലാണ് എപ്പോഴും ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് സിമ്പിൾ ആൻഡ് ഹമ്പിൾ വേ ആണ് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം സവോള അരിഞ്ഞതും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചതും കൂടെ കൂട്ടി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലോട്ട് 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. തൈരില്ലെങ്കിൽ നമുക്ക് ക്യാഷ്യൂനട്ട് അരച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏതാണെങ്കിലും ഓക്കെയാണ് കേട്ടോ. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനെല്ലാം ആ ഗ്രേവിയിലോട്ടിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളച്ച് വന്നാൽ മതി. നമ്മുടെ കറക്റ്റ് പരുവത്തിന് അത് റെഡിയായി കിട്ടും. ആ സമയം കൊണ്ട് ഞാനിവിടെ നെയ്ച്ചോറാണ് റെഡിയാക്കുന്നത്. അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കറുവപ്പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ കൈമാരിയില്ലേ, അത് ആ നെയ്ക്കകത്തൊക്കെയിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പം അതുകൂടെ ഒന്ന് തിളച്ച് പറ്റി വരണം. അപ്പോൾ അടച്ച് വെച്ച് അത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്നിനോടൊന്ന് ഒട്ടാതെ തന്നെ നമുക്ക് കറക്റ്റ് പരുവത്തിൽ റെഡിയായിട്ട് കിട്ടും. അതിനുശേഷം ഒരു ഗാർണിഷിന് വേണ്ടി ജസ്റ്റ് അണ്ടിപ്പരിപ്പും കിസ്മിസ് വറുത്തതും നമ്മൾ മുമ്പേ വറുത്ത് വെച്ചിരുന്നല്ലേ എയർ ഫ്രയറിൽ, ആ ഒരു ഒനിയനും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെസ്റ്റോറൻറ്റിൽ വിളമ്പുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് പാത്രത്തിലൊക്കെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വിളമ്പുക. കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ ബിരിയാണി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഒത്തിരി സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു സാലഡാണ് കേട്ടോ. അത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.